ഭാഗികമായോ പൂർണ്ണമായോ കിഡ്നിക്ക് ഉണ്ടാകുന്ന തകരാറുകൾ ക്രോണിക് ആൻഡ് ടോട്ടൽ കിഡ്നി ഫെയിലിയർ ലോകമെമ്പാടും ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരാശരി മനുഷ്യരുടെ ആയുസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രായമായവർ കൂടുതലുണ്ട്, അവർക്ക് കൂടുതൽ കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നു. മറ്റൊന്ന്, വൈദ്യശാസ്ത്രം പുരോഗമിക്കുന്നതനുസരിച്ച് ക്രോണിക് റീനൽ ഫെയിലിയർ നേരത്തെ തന്നെ കണ്ടുപിടിക്കപ്പെടുന്നു. പിന്നീട് റീനൽ ഫെയിലിയർ ഉണ്ടായാൽ തന്നെയും ഡയാലിസിസ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഇവ മൂലം കിഡ്നി ഫെയിലിയർ ഉള്ളവർ ദീർഘകാലം ജീവിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ലോകവ്യാപകമായി കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്നതിന് കാരണങ്ങളെന്ന് തോന്നുന്നു. അമേരിക്കയിൽ ഇന്ന് ക്രോണിക് റീനൽ ഫെയിലിയർ ഉള്ള 26 മില്യൺ ആൾക്കാർ ഉണ്ട്. അതായത് പുറത്തു വെച്ച് നാം കണ്ടുമുട്ടുന്ന 9 പേരിൽ ഒരാൾക്ക് ക്രോണിക് റീനൽ ഫെയിലിയർ ഉണ്ടെന്നർത്ഥം. ഇന്ത്യയിലും കേരളത്തിലും കണ്ടുപിടിക്കാത്ത റീനൽ ഫെയിലിയർ കൂടി കണ്ടെടുക്കുമ്പോൾ ആനുപാതികമായി അമേരിക്കയേക്കാൾ കൂടുതൽ സംഖ്യ ഉണ്ടായിരിക്കുവാനാണ് സാധ്യത. ദൈവം നാം ഓരോരുത്തർക്കും 2 കിഡ്നികൾ നൽകിയിട്ടുണ്ട്. ഇതിലൊരു കിഡ്നിയെങ്കിലും ജീവിക്കുന്നതിന് കൂടിയേ തീരൂ. വയറ്റിനകത്ത് ഉള്ളിൽ സ്പൈനിൻ്റെ 2 ഭാഗത്തായി ഇത് സ്ഥിതി ചെയ്യുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഞങ്ങളെ അനാറ്റമി പഠിപ്പിച്ചിട്ടുള്ള പണ്ടാല സാറ് പണ്ട് പറഞ്ഞതോർക്കുന്നു, കിഡ്നി ഈസ് നോട്ട് കിഡ്നി ഷേപ്ഡ് എന്ന്. സൂക്ഷ്മദർശനത്തിൽ പണ്ടാല സാറ് പറഞ്ഞത് ശരിയായിരുന്നായിരിക്കാമെങ്കിലും സാധാരണ അർത്ഥത്തിൽ കിഡ്നി ഷേപ്പിലാണെന്ന് തന്നെ കരുതിയാൽ മതിയാകും. എന്നാൽ ഇടത്തുവശത്തെ കിഡ്നി വലത്തുവശത്തെ കിഡ്നിയേക്കാൾ അല്പം ഉയർന്നാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് മാത്രം. നമ്മുടെ ശരീരത്തിൽ എല്ലാ നിമിഷത്തിലും നിർമ്മിക്കപ്പെടുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് പുറത്തേക്ക് കളയുന്നതും സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ഘടകങ്ങൾ സൂക്ഷ്മമായി അളവിൽ പരിരക്ഷിക്കുന്നതും നമ്മുടെ കിഡ്നികളാണ്. ഈ 2 കിഡ്നികളുടെയും പ്രവർത്തനം രണ്ടിൻ്റെയും നിലച്ചാൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ കഷ്ടിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മരണം സംഭവിക്കും. കിഡ്നി ഫെയിലിയറിൻ്റെ മുഖ്യ കാരണങ്ങൾ 2ആണ്: ഡയബറ്റീസ് ആൻഡ് ഹൈ ബ്ലഡ് പ്രഷർ. പ്രമേഹവും രക്തസമ്മർദ്ദം അമിതമായി വർദ്ധിക്കുന്നതുമാണ്. അമേരിക്കയിലെ കിഡ്നി ഫെയിലിയറിൽ 3/2, അതായത് 66% ഡയബറ്റീസ് കൊണ്ടോ ഹൈ ബ്ലഡ് പ്രഷർ കൊണ്ടോ ഉണ്ടാകുന്നതാണെന്ന് കാണുന്നു. അതുകൊണ്ട് കിഡ്നി ഫെയിലിയർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രധാന മാർഗം ഡയബറ്റീസും ഹൈ ബ്ലഡ് പ്രഷറും വേണ്ട വിധത്തിൽ ശരിയായി ചികിത്സിക്കുകയെന്നാണ്. ഡയബറ്റിക് രോഗികളിൽ തങ്ങളുടെ ബ്ലഡ് ഷുഗർ ഏത് ലെവലിൽ സൂക്ഷിക്കണമെന്ന് നിങ്ങളുടെ ഡോക്ടർ തന്നെ ഉപദേശിക്കും. എങ്കിലും സാമാന്യമായി പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതായത് ഭക്ഷണത്തിന് മുമ്പുള്ള ബ്ലഡ് ഷുഗർ റീഡിങ് 100-ന് സമീപവും ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ റീഡിങ് 160-ന് സമീപവും ആയിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ എല്ലാവരെ കൊണ്ടും ഇത് പൂർണ്ണമായി സാധ്യമായെന്ന് വരികയില്ല. എങ്കിലും ഈ ലെവലിന് സമീപത്ത് ഭക്ഷണ ക്രമീകരണം മൂലവും വ്യായാമം മൂലവും മരുന്ന് മൂലവും നിർത്തുവാൻ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കും. ഡയബറ്റിക് രോഗികൾ അതുപോലെ തന്നെ 6 മാസത്തിലൊരിക്കലെങ്കിലും തങ്ങളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ A1C ചെക്ക് ചെയ്തിരിക്കണം. ഇന്ന് ഒരു 120 ദിവസത്തെ ശരാശരി ബ്ലഡ് ഷുഗറാണ് ഹീമോഗ്ലോബിൻ A1C കൊണ്ട് കാണിക്കുന്നത്. ഹീമോഗ്ലോബിൻ A1C 7 താഴെയായി സൂക്ഷിക്കുന്നവരിൽ കിഡ്നി ഫെയിലിയർ താരതമ്യേന വളരെ കുറവാണെന്ന് ഗവേഷണ പഠനങ്ങൾ കാണിക്കുന്നു. അതുപോലെ തന്നെ ആണ് മറ്റേ ഹൈ ബ്ലഡ് പ്രഷർ രോഗം, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളത്. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഏത് ലെവലിലായിരിക്കണമെന്ന് നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കും. കിഡ്നി പരിരക്ഷിക്കുവാനും ഹൃദ്രോഗം പ്രിവെൻറ്റ് ചെയ്യാനും സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ 140/90 അതിൽ താഴെയായിരിക്കണമെന്നാണ് സാധാരണ രോഗികളെ ഉപദേശിക്കാറുള്ളത്. ഹൈ ബ്ലഡ് പ്രഷറും ഡയബറ്റീസും രണ്ടുമുള്ള രോഗികളിൽ ബ്ലഡ് പ്രഷർ ചികിത്സിക്കാൻ എയ്സ് ഇൻഹിബിറ്റർ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളോ ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കിൽപ്പെട്ട മരുന്നുകളോ ആണ് ഡോക്ടർമാർ സാധാരണ നൽകാറുള്ളത്. ചുമ ഒരു വലിയ സൈഡ് എഫക്റ്റായി മാറുന്നില്ലെങ്കിൽ ഇത്തരം മരുന്നുകൾ മിക്ക ഡോക്ടർമാരും നൽകും. കിഡ്നി
ഫെയിലിയറിൻ്റെ മുഖ്യ കാരണം ആയിട്ടുള്ള ഡയബറ്റീസും ഹൈ ബ്ലഡ് പ്രഷറും മാറ്റിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ശതമാനം ആളുകളിൽ അതിന് കാരണം ജെനറ്റിക്സാണ്. ചില കുടുംബങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പോളിസിസ്റ്റിക് ഡിസീസ് ഓഫ് ദ കിഡ്നി ഇതിനൊരു കാരണമാകാറുണ്ട്. കേരളത്തിൽ തന്നെ ചില കുടുംബങ്ങളിൽ 2-3 തലമുറകളിൽ പോളിസിസ്റ്റിക് ഡിസീസ് ഓഫ് ദ കിഡ്നി ഉണ്ടായി റീനൽ ഫെയിലിയർ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ ഉള്ളൂ ആശ്രയം. ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന രോഗവും കിഡ്നി ഇൻഫെക്ഷനും ട്യൂമറും ക്യാൻസറും ഇവയെല്ലാം അപൂർവമായി കിഡ്നി ഫെയിലിയറിന് കാരണമാകാറുണ്ട്. ചില മരുന്നുകൾ കിഡ്നിയെ തകരാറിലാക്കാം. ഈ മരുന്നുകൾ, പ്രത്യേകിച്ച് ചില ആൻറ്റിബയോട്ടിക്സ് ഡോക്ടർമാർ നൽകുമ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. മറ്റൊന്ന്, നാച്ചുറൽ പ്രോഡക്ട്സ് എന്ന നിലയിൽ വിൽക്കപ്പെടുന്ന, ഒരു നിയന്ത്രണവുമില്ലാതെ വിൽക്കപ്പെടുന്ന ചില ചെടികളുടെ വേര്, തൊലി, കായ ഇവയെല്ലാം കിഡ്നിക്ക് ടോക്സിക് ആകാം. 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യയിൽ കൃഷി ചെയ്യപ്പെടുന്ന ചില സസ്യസാധനങ്ങൾ, ഔഷധ സസ്യസാധനങ്ങളുടെ കിഡ്നി ടോക്സിസിറ്റിയെ പറ്റി ഹാർവർഡ് യൂണിവേഴ്സിറ്റി നടത്തിയൊരു പഠനത്തെപ്പറ്റി ഞാൻ ഇവിടെ പറയുകയുണ്ടായിരുന്നു. കിഡ്നി ഫെയിലിയറിൻ്റെ ലക്ഷണം എന്തെല്ലാമാണ്? പ്രാഥമിക ദശയിൽ ഒരു ലക്ഷണവും കണ്ടില്ലെന്ന് വരും. ചിലപ്പോൾ മാറാത്ത ക്ഷീണം, മാനസികമായി കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറവ്, വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, കാലിന് ചെറിയ നീര്, കാലത്ത് എഴുന്നേൽക്കും മുമ്പ് കണ്ണിന് ചുറ്റും ചെറിയ നീര്, തടിപ്പ് ഇവയൊക്കെയാകും. ചില ക്രോണിക് ഫെയിലിയർ ഉള്ള രോഗികളിൽ ചൊറിച്ചിലാണ് ആരംഭിക്കുന്നത്. ചൊറിച്ചിൽ കാരണമായിരിക്കും ഡോക്ടറെ കാണുവാനായിട്ട് ആദ്യം എത്തുന്നത്. റീനൽ ഫെയിലിയർ എങ്ങനെ ഡയഗ്നോസ് ചെയ്യും? റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കിഡ്നിക്കകത്തെ ഗ്ലോമറിലെ വേണ്ട വിധത്തിൽ നമ്മുടെ രക്തം ഫിൽട്ടർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കിഡ്നിയുടെ ഗ്ലോമറുലർ ഫിൽട്ടറേഷൻ റേറ്റ് GFR 2 വിധത്തിൽ കണ്ടുപിടിക്കാം. മൂത്രം പരിശോധിക്കുമ്പോൾ തുടർച്ചയായി പ്രോട്ടീൻ, പ്രത്യേകിച്ച് ആൽബുമിൻ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കിഡ്നി ഫെയിലിയറിൻ്റെ ഒരു ലക്ഷണമാണ്. ഡയബറ്റിക് രോഗികളിൽ മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ ഉണ്ടോ എന്ന് 6 മാസത്തിലൊരിക്കൽ ചെക്ക് ചെയ്യണം. മൈക്രോ ആൽബുമിൻ കിഡ്നി അപകടത്തിലേക്ക് നീങ്ങുന്നുള്ളതിൻ്റെ വളരെ നാൾ മുമ്പുള്ള ഒരു ലക്ഷണമാണ്. ഡയബറ്റിക് രോഗികൾ അതുകൊണ്ട് 6 മാസത്തിലൊരിക്കൽ മൂത്രത്തിൽ മൈക്രോ ആൽബുമിനുണ്ടോ എന്ന് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യപ്പെട്ടിരിക്കണം. റീനൽ ഫെയിലിയർ ആരംഭിക്കുന്നതിന് മറ്റൊരു ലക്ഷണം, രക്തത്തിൽ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 40 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും തന്നെ അവരുടെ ആനുവൽ ഫിസിക്കലിൻ്റെ ഭാഗമായി ബ്ലഡ് ക്രിയാറ്റിൻ ചെക്ക് ചെയ്യപ്പെടേണ്ടതാണ്. ഒരിക്കൽ കിഡ്നിക്ക് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡാമേജ് റീപ്പയർ ചെയ്യുക സാധ്യമല്ല. കൂടുതൽ ഡാമേജ് ഉണ്ടാകാതിരിക്കുവാൻ കരുതൽ നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. കിഡ്നി ഫെയിലിയർ ഒരു പരിധി കടന്നു കഴിഞ്ഞാൽ ഡയാലിസിസ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് രക്ഷാമാർഗം. ഈ അവസരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറിയുടെ പ്രൊഫസറായിരുന്ന ഡോക്ടർ രാഘവാചാര്യയെ ഒന്ന് ഉദ്ധരിച്ചു കൊള്ളട്ടെ. രാഘവാചാരി എന്നെ പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ മുൻ തലമുറയിൽപ്പെട്ട അനേക ഡോക്ടർമാരെ അദ്ദേഹം അഭ്യസിച്ചിട്ടുള്ളത്. അവരെല്ലാം അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. അതുകൊണ്ട് അവർ സാധാരണ പ്രൊഫസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കാലങ്ങളിൽ പ്രൊഫസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി പ്രൊഫസർ ഡോക്ടർ രാഘവാചാര്യയെ മാത്രമായിരുന്നു. അവരിൽ പലരിൽ നിന്നും കേട്ടിട്ടുള്ള ഡോക്ടർ രാഘവാചാര്യയുടെ ഒരു കൊട്ടേഷനാണിത്. രാഘവാചാരി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയും, ഗോഡ്, when you want to take me from this world, do not take me through either end of my gastrointestinal tract, but when you want to take me, my time is up. Please take me by failing my both kidneys. ഡോക്ടർ രാഘവാചാര്യയുടെ പ്രാർത്ഥന അന്നപഥത്തിൻ്റെ 2 വശങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളിലൂടെ ദൈവമേ എന്നെ നീ എടുക്കരുത്. മുകളിലത്തെ അറ്റം തൊണ്ടയ്ക്കോ വായിലോ ക്യാൻസറോ മറ്റു രോഗങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ലാതെ ശ്വാസം മുട്ടുന്നത് അപകടകരമാണ്, വേദനാകരമാണ്. താഴത്തെ അറ്റം റക്തത്തിൽ എന്തെങ്കിലും കാര്യമായ കുഴപ്പമോ ക്യാൻസറോ ഉണ്ടായിക്കഴിഞ്ഞാൽ കൊളോസ്റ്റമി സൈഡിൽ കൂടെ ചെയ്ത് പിന്നീടുള്ള ജീവിതം വേദനാകരമാണ്. ഞാൻ
ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയേ പറ്റുമെന്ന് നിശ്ചയമുണ്ടെങ്കിൽ എൻ്റെ രണ്ട് കിഡ്നികളും ഫെയിൽ ചെയ്ത് മരണം ആശ്വാസകരമാക്കണമേ എന്നാണ് രാഘവാചാര്യ പറഞ്ഞത്. രാഘവാചാര്യ അന്ന് പറഞ്ഞതിൽ വളരെ സത്യമുണ്ടായിരുന്നു. കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്ന അവസരത്തിൽ ശരീരത്തിൽ ബ്ലഡിൽ അക്യൂമുലേറ്റ് ചെയ്യുന്ന യൂറിയ പോലുള്ള സംഗതികൾ ഒരു സെഡേറ്റിംഗ് എഫക്റ്റ് നൽകും. യൂറീമിക് കോമയിലേക്ക് പോകും, രോഗി ശാന്തമായി മരിക്കുകയും ചെയ്യും. എന്നാൽ അന്ന് പറഞ്ഞത് ശരിയായിരുന്നെങ്കിലും ഇന്ന് കിഡ്നി ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡയാലിസിസിലൂടെ ജീവിതവും ദുരിതവും വേദനയും രോഗിക്ക് തുടരും. അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷന് കിഡ്നി അന്വേഷിച്ചുള്ള പരക്കം പാച്ചിൽ ആരംഭിക്കും. ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിട്ടുവാൻ വേണ്ടി ജീവിതത്തിൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ ചിലവാക്കി വേണ്ടി വരുന്ന പലരുണ്ട്. 10-15 ലക്ഷം രൂപ വരെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് ചിലവാകുന്നുവെന്ന് കേൾക്കുന്നു. ചികിത്സയ്ക്കുള്ള ചിലവല്ല. സ്വന്തം കിഡ്നി ദാനമായി നൽകുന്ന ആളിന് കരിഞ്ചന്തയിൽ കൊടുക്കേണ്ടി വരുന്ന വിലയാണിതെന്ന് ഓർക്കണം. സ്വന്തം കിഡ്നി ഒരപരിചിതന് ദാനമായി നൽകുവാൻ തയ്യാറായ ഫാദർ ഡേവിസ് ചിറമലിനെ പോലെയുള്ള മനുഷ്യസ്നേഹികളെ വളരെ അപൂർവമായി മാത്രമേ ഈ ജീവിതത്തിൽ നാം കണ്ടുമുട്ടാറുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ 2 കിഡ്നികളും പരിരക്ഷിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും ആരായുക. അതുമാത്രമാണ് കരണീയം. ഇത് ഡോക്ടർ വൈ പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും നമുക്ക് കാണാം.